ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോടോക്സ്. അങ്ങനെ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ട ബുദ്ധിമുട്ടിലേക്ക് ഒന്നും മുംബൈ അവരുടെ സ്വന്തം ആരാധകരെ വലിച്ചഴച്ചില്ല. ഇന്നലെ ഡൽഹിക്കെതിരെ ഒരു ഈസി വിന്നിലൂടെ മുംബൈ അവരുടെ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. IPL തുടങ്ങിയ ആദ്യത്തെ 4 മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്ന സമയം 4 മത്സരങ്ങളും വിജയിച്ച് ഡൽഹി ഒന്നാമത്, 4 മത്സരങ്ങൾ തോറ്റ് അവസാന സ്ഥാനത്താണ് മുംബൈ ഇരിക്കുന്നത്. എല്ലാവരും പതിപോലെ മുംബൈനെ കളിയാക്കാൻ തുടങ്ങി. എന്നാൽ ഇന്ന് നിലവിൽ മുംബൈ ഇന്ത്യൻസ് ഇതാ പ്ലേ ഓഫ് സ്പോട്ടിൽ എത്തിയിരിക്കുന്നു. അന്ന് ഒന്നാം സ്ഥാനത്തിരുന്ന ഡൽഹി പ്ലേ ഓഫ് കാണാതെ പുറത്തു. വലിയ കളിക്കാരെ മേടിക്കുന്നതിലും മത്സരങ്ങൾ വിജയിക്കുന്നതിലും മാത്രമല്ല, തോൽവികളിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാം എന്നത് കൂടിയാണ് കിരീടത്തിലേക്കുള്ള വഴി. മുംബൈ ഇന്ത്യൻസ് എന്തുകൊണ്ട് 5 കിരീടങ്ങൾ നേടി എന്നുള്ളത് ഈ സീസണോട് കൂടി നമുക്കൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. അവർ ആദ്യത്തെ 4 മത്സരങ്ങൾ തോറ്റ് അതിൽ തളരാതെ പിന്നീടുള്ള മത്സരങ്ങളെല്ലാം വിജയിച്ച് ഇന്ന് പ്ലേ ഓഫ് സ്പോട്ടിലെത്തി നിൽക്കുകയാണ്. അങ്ങനെ ഡൽഹിക്കെതിരെ അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു വിജയ തുടക്കം ഇന്ന് ഡൽഹിക്കെതിരെ തന്നെ അവർ ഡൽഹിനെ തോൽപ്പിച്ച് ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുകയാണ്. മത്സരത്തിലോട്ട് വരാം. മുംബൈയിലെ സ്വന്തം ഹോം സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ആദ്യം മുംബൈ ഇന്ത്യൻസ് ആണ് ബാറ്റിംഗ് തുടങ്ങിയതും. എന്നാൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടൊരു മോശം തുടക്കമാണ് ഉണ്ടായത്. റിക്കൾട്ടനും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും തുടക്കത്തിൽ തന്നെ പുറത്താവുന്നു. വിൽ ജാക്സനും അധികം റൺസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നീടെത്തി സൂര്യകുമാർ യാദവും തിലക് വർമ്മയും വളരെ സ്ലോ ആയിട്ടാണ് ഇന്നിങ്സ് മുമ്പോട്ട് കൊണ്ടുപോയത്. എസ്പെഷ്യലി ഡൽഹിയുടെ സ്പിന്നർമാർ ഇന്നലെ വളരെ മികച്ച രീതിയിൽ പന്തെറിയുന്നു. കുൽദീപ് യാദവ് ആയാലും വിപ്രാജ് നിഗം ആയാലും അവർക്ക് പിച്ചിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നു. അവരുടെ പന്തുകളെ അടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഫ്രസ്ട്രേഷനിൽ ഒരു മോശം ഷോട്ട് കളിച്ച് തിലക് വർമ്മ ഔട്ടായി പോകുന്നു. സ്കോർ ബോർഡിലാണെങ്കിൽ അധികം റൺസില്ല. 18 ഓവർ കഴിയുമ്പോൾ സ്കോർ ബോർഡിലുള്ളത് വെറും 132 റൺസ്. അവസാനത്തെ 2 ഓവർ കൂടി മികച്ച രീതിയിൽ ഡൽഹി പന്തെറിഞ്ഞു കഴിഞ്ഞാൽ 150 താഴെ വരുന്ന റൺസിൽ മുംബൈ ഇന്ത്യൻസ് ഒതുങ്ങിപ്പോകും. ഒരുപക്ഷെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നതിലും വളരെ കുറവായി പോകും ആ ഒരു റൺസ്. പക്ഷേ അവിടെയാണ് മുംബൈയുടെ ആ ഒരു ചാമ്പ്യൻ സ്വഭാവം പുറത്തോട്ട് വരുന്നത്. 48 റൺസാണ് അവസാനത്തെ 2 ഓവറുകളിൽ സൂര്യകുമാർ യാദവും നമന്തിറും കൂടി അടിച്ചെടുക്കുന്നത്. അതുവരെ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ മുകേഷ് കുമാർ ചമീരെ നല്ല രീതിക്ക് അടിമേടിക്കുന്ന കാഴ്ച. 180 എന്ന് പറയുന്ന ഒരു ഡിഫെൻഡിങ് ടോട്ടൽ മുംബൈയുടെ സ്കോർ ബോർഡിലേക്ക് വരുന്നു. മുംബൈയുടെ ലോകോത്തര നിലവാരമുള്ള ബോളിംഗ് യൂണിറ്റിന് വളരെ ഈസി ആയിട്ട് ഡിഫെൻഡ് ചെയ്യാവുന്ന സ്കോർ, അതും ഇത്രയും ബോളിംഗ് ഫ്രണ്ട്ലി കണ്ടീഷൻസിൽ. ഡൽഹിയുടെ ഒരു ആരാധകൻ പോലും ഒരു വിജയം സ്വപ്നം കണ്ട് കാണില്ല ആ ഒരു സിറ്റുവേഷനിൽ. കാരണം അത്രത്തോളം കോൺഫിഡൻസോടുകൂടിയാണ് മുംബൈ ബോളിങ്ങിന് ഇറങ്ങുന്നത്. ഡൽഹിയിലായിട്ട് ഇന്നലെ ഡൂപ്ലസി ആയിരുന്നു ക്യാപ്റ്റൻസിനായിട്ട് ഉണ്ടായിരുന്നത്. രാഹുൽ ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നു. അക്സർ പട്ടേൽ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ ഡൂപ്ലസിയും അതുപോലെ തന്നെ KL രാഹുലും പോവാണ്. ദീപക് ചഹർ ആയാലും ബോൾട്ട് ആയാലും സ്റ്റാർട്ടിംഗ് ഓവറുകൾ തന്നെ അവർ ഡ്യൂട്ടി തുടങ്ങുന്നു. പിന്നീട് വന്ന സാന്നർ മിഡിൽ ഓർഡറിനെ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ച. അവസാനത്തെ വിക്കറ്റുകൾ ബുംറയും സ്വന്തമാക്കുന്നു. 121 എന്ന് പറയുന്ന സ്കോറിൽ ഡൽഹി ബാറ്റിംഗ് നിരയെ തളച്ചിടുന്നു മുംബൈ. അങ്ങനെ 59 റൺസിൻ്റെ ഒരു ജൈജാൻറ്റിക് വിൻ തന്നെ. അങ്ങനെ അവസാന മത്സരത്തിലെ ജയപരാജയങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും ഒന്നും കാത്തു നിൽക്കാതെ വളരെ സിമ്പിളായിട്ട് മുംബൈ തങ്ങളുടെ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ക്വാളിഫയറിലാണോ അത് എലിമിനേറ്ററിലാണോ എന്ന് ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടല്ല. എന്തായാലും വരും മത്സരങ്ങൾ കഴിഞ്ഞാൽ അതിനെന്തായാലും ഒരു വ്യക്തത കിട്ടും. ഈ ഒരു ചാമ്പ്യൻ സ്വഭാവം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ എല്ലാ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ സീസണിൽ 500 റൺസിന് മുകളിൽ ടീമിനായിട്ട് സ്കോർ ചെയ്തിട്ടും സ്വന്തം ടീമിനെ പ്ലേ ഓഫിലോട്ട് എത്തിക്കാനായിട്ട് KL രാഹുലിന് സാധിച്ചില്ല. വിരാട് കോഹ്ലിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സീസണുകളിൽ 500 റൺ സ്കോർ ചെയ്യുന്ന പ്ലെയറായിട്ട് അദ്ദേഹം മാറി ഇന്നലത്തെ മത്സരത്തോടുകൂടി. പക്ഷേ ഒരു വിജയം അല്ലെങ്കിൽ ഒരു പ്ലേ ഓഫ് സ്പോട്ട് സ്വന്തം ടീമിന് നേടിക്കൊടുക്കാൻ സാധിച്ചില്ല. ഒരു വീക്കർ മിഡിൽ ഓർഡർ തന്നെയാണെന്ന് തോന്നുന്നു ഡൽഹിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഈ സീസൺ. കാരണം മിഡിൽ ഓർഡേഴ്സിൽ ഇപ്പോൾ പറയുമ്പോൾ മികച്ച ആളുകളൊക്കെ ഉണ്ട്, മികച്ച പേരുകളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മയും അല്ലെങ്കിൽ ഹിറ്റിംഗ് എബിലിറ്റി ഇല്ലായ്മയൊക്കെ തന്നെയാണ് ഒരു വലിയ ടോട്ടലുകൾ ചേസ് ചെയ്യാനായിട്ട് ഡൽഹിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമായിരുന്നു. KL രാഹുൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി ആരും കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഈവൻ സ്റ്റബ്സ് പോലും ആ ഒരു കഴിഞ്ഞ വർഷത്തെ ഫോമിൻ്റെ ഒരു നിഴൽ മാത്രമായിട്ട് മാറി. പിന്നെ ഓപ്പണിങ്ങിൽ ഇപ്പോൾ ഫ്രേസർ മേക്കർക്ക് ഫോമിലോട്ട് വന്നില്ല. അപ്പോൾ അവർക്ക് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വന്നു. ഡൂപ്ലസി തൻ്റെ ഒരു പ്രൈം ഫോം കഴിഞ്ഞു. കരുൺ നായർ ആണെങ്കിലും അല്ലെങ്കിൽ അഭിഷേക് പോറലാണെങ്കിലും എല്ലാ മത്സരങ്ങളിലും ആ ഒരു മികവ് കാണിച്ചില്ല. ബോളർമാരെ ആദ്യത്തെ മത്സരത്തിൽ പുറത്തെടുത്ത ഒരു മികവ് പിന്നീട് തുടരാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ഡൽഹിക്ക് ഒരു പഠിക്കൽ അവരുടെ ഒരു പ്ലേ ഓഫ് സ്പോട്ട് നഷ്ടപ്പെട്ടെന്ന ഒരു കാഴ്ച. എന്തായാലും KL രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച സീസൺ ആസ് എ ബാറ്റർ എന്ന രീതിയിൽ പക്ഷേ ടീം ക്വാളിഫൈ ആയില്ല. വളരെ ദുഃഖകരമായ ഒരു കാര്യം. എന്തായാലും മുംബൈ അവരുടെ 4ാം സ്ഥാനം ഭദ്രമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ പ്ലേ ഓഫ് സ്പോട്ടിലെത്തുന്ന 4 ടീമുകൾ ആരൊക്കെയാണെന്ന് കൺഫേം ആയി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് വരാനേ ഉള്ളൂ. അതിന് ഇനിയും സമയമുണ്ട്. എന്തായാലും നമ്മുടെ കോൺടെസ്റ്റ് സ്റ്റിൽ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ബട്ടണിൽ കൊടുക്കും. ആ ഒരു വീഡിയോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ പ്രഡിക്ഷൻസ് ഇടുക. അതിപ്പോൾ ആക്റ്റീവാണ്. അപ്പോൾ എന്തായാലും IPL ഇങ്ങനെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 3-4 മത്സരങ്ങളേ ഉള്ളൂ പ്ലേ ഓഫിന് മുമ്പ്. അപ്പോൾ എന്തായാലും പലരുടെയും ലാസ്റ്റ് സീസണൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഒരുപാട് പ്ലേയേഴ്സിൻ്റെ. സോ മാക്സിമം മാച്ചസ് മിസ് ചെയ്യാതിരിക്കുക. എന്തായാലും നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കുക. എനിവേ താങ്ക് യു.